ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുമല്ല, വീട്ടിലുള്ള ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 3 കഷ്ണം ബ്രെഡ് അല്ലെങ്കിൽ 3 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ ആ അരിയുമെല്ലാം ക്രസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിക്കകത്തോട്ട് ഈ 3 ബ്രെഡും ഒന്ന് പൊട്ടിച്ചിടണം. കാരണം നമ്മളത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്സിക്ക് ഇച്ചിരി എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അങ്ങനത്തെ മിക്സിയിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 40 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇന്ന് ഞാൻ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് ഏറ്റവും നല്ലത് ഇച്ചിരി പഴുപ്പ് കൂടിയ ഒരു നേന്ത്രപ്പഴമാണ് നല്ലത് കേട്ടോ. അത് പക്ഷേ ഒത്തിരി അങ്ങ് പഴുത്ത് കുഴഞ്ഞ് നിൽക്കുന്ന പഴമല്ല, ഒരു സാധാരണ രീതിയിൽ വിട്ടിട്ടുള്ളൊരു പഴുത്ത പഴം നമുക്കിതിന് ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പഴം എന്ന് പറയുന്നത് ഇച്ചിരി പഴുപ്പ് കൂടിയിട്ടുള്ളൊരു പഴമാണ്. അപ്പം നമുക്ക് ആദ്യം ഈ പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ പഴം ഈ ഒരു സ്ക്വയർ പീസസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നിങ്ങൾക്ക് കശുവണ്ടി, മുന്തിരി അല്ലെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ കശുവണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കശുവണ്ടിയൊക്കെ ഒന്ന് റോസ്റ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ 1 മിനിറ്റ് സമയം എടുത്ത് നമുക്ക് ഈ പഴം ഒന്ന് നെയ്യിലൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതേപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ചേർത്തു. നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുണ്ട്, ചെറിയ തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും രുചി കേട്ടോ. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, പഴം ഒത്തിരി അങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞ് അങ്ങനെയൊന്നും പോണ്ട. നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കതൊന്ന് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഈ പഴം ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. അതാകുമ്പം നമുക്ക് ഇങ്ങനെ കല്ല് പോലെ ഒന്നും നിൽക്കത്തില്ല. നമ്മളിതൊന്ന് ഉണ്ട പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളത് ഉടച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ട പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പം അത് കാരണം നമുക്കിത് ഇതിൻ്റെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നെയ്യ്, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എത്രത്തോളം നെയ്യ് ആഡ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്നും കൂടെ ഇത് 1 മിനിറ്റ് സമയം എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതുവരെ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. ഇനിയാണ് പഞ്ചസാര ചേർക്കാൻ പോകുന്നത്. ഇനി ഇതിനകത്തോട്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇത് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ഈ ഒരു പഴത്തിൻ്റെ മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോവിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ ചേർക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചേർത്തായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ വരാനായിട്ട് അത് എടുത്തിട്ടില്ല, എങ്ങനെയോ മിസ്സായിപ്പോയി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ ഇവിടെ ഇങ്ങനെ പഴവും ബ്രെഡൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ച് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു കണക്കിന് ഒരു മാവായിട്ട് കുഴച്ചെടുക്കാം. അപ്പം ചൂടോട് കൂടെ കുഴച്ചാലാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഒട്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന ചൂടാകുമ്പോഴത്തേക്കും കുഴയ്ക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, എനിക്കൊരു ചെറിയൊരു പ്രശ്നം വന്നത്, ഞാൻ എടുത്ത കശുവണ്ടിയിൽ 1-2 കശുവണ്ടി അങ്ങനെ തന്നെ മുഴുവനായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ട പിടിക്കുമ്പം ആ കശുവണ്ടി ഇങ്ങനെ ഇടയ്ക്ക് പുറത്ത് പോകുന്നത് കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കശുവണ്ടിയൊക്കെ അരിയുമ്പോൾ വളരെ ചെറുതായിട്ട് നുറുക്കി അരിയാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ അല്പം നെയ്യോ എണ്ണയോ ഒന്ന് എടുക്കുക, അതൊന്ന് കയ്യിൽ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ട പിടിക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റും. കാരണം ഇതിനകത്തുള്ള ആ ഒരു പഴത്തിൻ്റെ ഒക്കെ ഒരു നനവൊക്കെ ഉള്ളതുകൊണ്ട് ബ്രെഡ് അതെല്ലാം വലിച്ചെടുത്ത് നല്ലൊരു കറക്റ്റ് ഒരു ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക ഉണ്ട
എടുക്കാനുള്ള ഒരു രീതിക്ക് തന്നെയാണ് ഇത് വരിക. കണ്ടോ, ഈ സൈഡ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റി. ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് കഴിക്കാൻ പറ്റും. ഒന്ന്, ഇത് ആവിയിലൊന്ന് കയറ്റിയെടുത്ത് നമുക്കൊരു 5-6 മിനിറ്റ് ആവിയിൽ വെക്കുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ എന്നാ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനത് കുറച്ചൊന്ന് വറുത്തെടുക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബോൾസുകളൊക്കെ ഇങ്ങനെ ഞാൻ ആക്കി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി എടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ, നമ്മുടെ ബോൾസ് ഒക്കെ റെഡിയാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ വറുത്തെടുക്കാനായിട്ട് ഒത്തിരി എണ്ണ ഒന്നും ഉപയോഗിക്കണില്ല. വളരെ കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ആകുമ്പോൾ നമുക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ഞാനപ്പോൾ അതുകൊണ്ട് ഓരോ കുഴിയിലും വളരെ കുറച്ച് എന്താ പറയുക വളരെ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, കുറച്ച് എണ്ണയല്ലേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ചും ഒഴിച്ചിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേറെ അല്ലാണ്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ ഒത്തിരി എണ്ണ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന, ഉണ്ടയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലഡു എന്നോ എന്ത് വേണമെങ്കിലും പറയാം, ആ ഒരു സ്നാക്ക് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു നിറമൊക്കെ ചെറിയൊരു ബ്രെഡാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് പെട്ടെന്ന് മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളറാവും. ആ കളറാവുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോൾസ് ഇവിടെ റെഡിയാണ്. കണ്ടോ, ചെറിയൊരു നിറമാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എല്ലാ സൈഡും ഇതുപോലെ നമുക്കൊന്ന് ആ ഒരു കളറിൽ കിട്ടും. അപ്പോൾ അതാ ഞാനിതൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞ് ബോൾസ് റെഡിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷെ ഞാൻ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് വേറൊരു രീതിയിലും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്, അത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് തേങ്ങ, ഡെസിക്കേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ ഫ്രഷ് കോക്കനട്ടോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ പഞ്ചസാര ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബോള് ഈ ഒരു തേങ്ങയിലൊന്ന് പുരട്ടി എടുത്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആ ബോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ. ചൂടോടെ കൂടെ തന്നെ ചെയ്യുമ്പോഴാണ് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മേലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നമുക്ക് എടുക്കുക. എന്നിട്ട് നമ്മളിതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് സെർവ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാനിങ്ങനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. ഇത് എങ്ങനെയൊക്കെ കഴിക്കാം എന്നറിയോ? നമുക്കൊരു 3 രീതിയിൽ കഴിക്കാം. ആവിയിൽ വേവിച്ച് കഴിക്കാം. ഇനി അതല്ല ജസ്റ്റ് ആ ഒരു ഉണ്ട പിടിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കാം. ഇനി അതുമല്ല വറുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് വറുത്ത് കഴിക്കാം. ഇനി ഇതാ ഇതിനകത്തോട്ട് കണ്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ കാണിക്കാം. വളരെ സോഫ്റ്റാണ്. നമ്മളൊരു ഹലുവയോ അല്ലെങ്കിൽ ലഡു ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് പഴം, ബ്രെഡൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് ടപ്പേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.